വിഭജിക എന്ന് പറയുന്ന ഒരു സഹോദരി, നമുക്കെല്ലാവർക്കും അറിയാം, ഷാർജയിൽ മകളെയും കൊലപ്പെടുത്തിയിട്ട് ജീവൻ ഒടുക്കിയ ഒരു സഹോദരിയാണ്. ഇപ്പോഴും പുറത്തു വരുന്നതെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് അവരുടെ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ കുറിപ്പുകൾ, അവസാനം എഴുതിയ കുറിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിത്തരിച്ചു പോയി. എൻ്റെ ഈശ്വര ഭഗവാൻ, ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതാണോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ പുരോഗമനം എന്ന് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇവരെന്ത് പുരോഗമനം എന്നാണ് പറയുന്നത്? ഇവെന്ന് പറഞ്ഞാൽ ശരിക്കും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ്. അതുമാത്രമല്ല, ഇവൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോൺ സൈറ്റുകൾ സന്ദർശിക്കുക, അതിനുശേഷം ഭാര്യയോട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറയുക എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇവൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ തന്തക്കും കൂടി വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് മാത്രമല്ല. അതുകൊണ്ട് തന്നെ അങ്ങേരെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് അതും സാധിച്ചു കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലും ചില ഈ സഹോദരിമാർ എന്ന് പറയുന്നൊരു വർഗമുണ്ട്. ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചു വിട്ടാലും പോവില്ല, അടിച്ചോടിച്ചാലും പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇല്ലാതെ ഭയങ്കര ഇഷ്ടമായിരിക്കും സഹോദരനോട്. സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ എല്ലാ കാര്യവും നോക്കുന്നതും എല്ലാ കാര്യത്തിലും ഇടപെടുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരി എന്ന് പറയുന്ന ഒരു വർഗ്ഗമാണ്. സഹോദരിമാരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിച്ചിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പറ, നിങ്ങളുടെയെങ്കിലും ജീവിതത്തിൽ ഈ സഹോദരിമാർ വില്ലനായിട്ടുണ്ടാവില്ലേ? അതായത് ഇതുവരെ ഭർത്താവിനോട് മിണ്ടുവും കൂടി ചെയ്യില്ല. സഹോദരനോടൊന്ന് സ്നേഹത്തിലൊരു വർത്താനം പറയുകയോ ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു ഉരുള ചോറ് വാരി കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹോദരൻ്റെ എല്ലാ കാര്യവും ഏറ്റെടുക്കുന്നത് പിന്നെ മൊത്തം ഈ സഹോദരിയാ. അതെന്തിനാ? ഈ ഒരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ, ആ പെണ്ണിന് എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുന്ന ചില നാറിയ സഹോദരിമാരും ഉണ്ട്. ഇവറ്റകളുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യും, എൻ്റെ ചേട്ടാ ഞങ്ങൾ ഈ സഹോദരിയെ കൊണ്ട് എൻ്റെ ജീവിതം നശിച്ചതാണ്, ഈ നാത്തൂനെ കൊണ്ട് എൻ്റെ ജീവിതം നശിച്ചതാണ്, ഇങ്ങനെയുള്ളവർ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് എഴുതും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം സഹോദരിമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഭൂലോക ഉടായിപ്പാണ്. ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബ മഹിമയുണ്ട് എന്ന് പറയുന്നുണ്ട്, പണമുണ്ട് എന്ന് പറയുന്നുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ 5 പൈസയുടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഇവർക്കില്ല. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ കാമഭ്രാന്താണ്. അതുകൊണ്ടല്ലേ ഈ സ്ത്രീൻ്റെ അടുക്ക പോയിട്ട് മരുമകളെ നോക്കുന്നത് പോലെയല്ല നോക്കുന്നത്, അയാൾ പലതരത്തിലാണ് നോക്കുന്നതെന്ന് ഈ സ്ത്രീ പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയുകയാണ്, അതിന് എനിക്ക് മാത്രമല്ല ഞാൻ ഈ പൈസ ചിലവാക്കിയത്, എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഈ ഭർത്താവിൻ്റെ ഇതെന്നാണെന്ന് ചോദിച്ചാൽ, ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഞാനും ഓടിക്കും, എൻ്റെ അച്ഛനും ഓടിക്കും, അതുപോലെ തന്നെയാണ് നീയും എന്നുള്ള തരത്തിലാണ് ഈ സ്ത്രീയോട് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല സ്ത്രീകളെ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? ഈ വിഭജിക എന്ന് പറയുന്ന സഹോദരിക്ക് നല്ല വിദ്യാഭ്യാസം അതിൻ്റെ അച്ഛനും അമ്മയും കൊടുത്തിട്ടില്ലേ? നല്ലൊരു ജോലിയില്ലേ? എല്ലാ സംഭവവും ഇതിൻ്റെ മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴും ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഒരുത്തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷേ അവന് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവന് വേണ്ട, അവനാണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ കൂടെയാണ്. ആ സ്ത്രീയോട് പിന്നെ തൻ്റെ പറയുക ആദ്യ രാത്രി വരെ കഥയെല്ലാം പറയുന്നു. ഇങ്ങനെയൊക്കെ ഈ സ്ത്രീ അറിയുന്നു. എന്നിട്ടും എന്തിനാണ് ഇവൻ്റെ മുന്നിലൂടെ മറ്റൊരുത്തനെയും കൊണ്ട് കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് കാണിക്കണ്ടേ? അതല്ലേ വേണ്ടത്? അതിന് പകരം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി തൊട്ടിത്തരം ചെയ്യരുത് ഒരാൾ പോലും. അതുകൊണ്ട് തന്നെ ആർക്കാ നഷ്ടം പറ്റിയത്? അതിൻ്റെ അമ്മയ്ക്കല്ലേ പോയത്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് മരിച്ചവരങ്ങ് പോയി, അപ്പോൾ അത് ആർക്കാന്നിപ്പോൾ നഷ്ടം? അതിൻ്റെ അമ്മക്ക് മാത്രമാണ്, വേറെ ആർക്കുമില്ല. ഈ പഹയനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഒരുപാട് എണ്ണമുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം ഒരു കേസ് ഉണ്ടാകും. ആ കേസ് കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതെത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ കുടുംബ മഹിമ മറ്റേ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ആദ്യത്തെ കേസൊന്നുമല്ല. നിങ്ങൾ തന്നെ പറ, ഈ വീഡിയോ കാണുന്ന പലർക്കുമുള്ള അനുഭവമായിരിക്കും. അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ തോന്നിയവാസം, അത് കെട്ടി വന്ന പെണ്ണിനെ വീട്ടിലിട്ടുകൊണ്ട് ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനും പോകാനും യാത്ര പോകാനും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ഉണ്ടാകും. ഇന്ന് ഒരുത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഒരുത്തി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുടുംബജീവിതത്തോട് പുച്ഛമുള്ള ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഭാര്യയും ഭർത്താവ് ഒരു 2 പേര് യാത്ര ചെയ്യുകയാണ്.
ഈ യാത്ര ചെയ്യുമ്പോൾ പാലക്കാട് വെച്ചിട്ട് അവർക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അവർ രണ്ടുപേരും കാഞ്ഞു പോയപ്പോഴാണ് ഇതിൻ്റെ ഭർത്താവ് വരെ അറിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഈ ഭാര്യ ഇങ്ങനെ പോയതാണോ, ഇവൻ്റെ കൂടെ പോയതാണോ എന്ന്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് അവരൊരു ബന്ധവുമില്ല, അവർ വെറും സുഹൃത്തുക്കളാണെന്നാണ്. അല്ല, എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ സുഹൃത്തു ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പാടുണ്ടോ? ഒരിക്കലും പോകാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ചില ആൾക്കാർ പറയും ഇന്നത്തെ ജനറേഷനാണോ അതൊക്കെ പോകാം എന്നൊക്കെ പറയും. പക്ഷേ അന്യപുരുഷൻ്റെ കൂടെ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്നത്തെ ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നേരെ മറിച്ച് ഈ പോയവൻ്റെ ഭാര്യയെ വേറെ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ വിടുവാൻ ഒരിക്കലും വിടില്ല. മറ്റൊരുത്തൻ്റെ ഭാര്യയെ എടുക്കുക, തട്ടിയെടുക്കുക, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കുക. ഇതാണ് ഇപ്പോഴും കുറേ എണ്ണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ, ഭയങ്കര പുരോഗമനമാണ്, ഭയങ്കര മാങ്ങാത്തൊലിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക്, അതായത് ഈ മരിച്ചുപോയ സ്ത്രീ, അവിടെ ഭാര്യയാണ്, ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ ആ മറ്റൊരു സ്ത്രീക്കറിയാം. എന്നിട്ടെന്ന് പറയുന്നത് ഇവളുടെ ഭർത്താവിനെയാണ് അവൾ തട്ടിയെടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഇങ്ങനെയുള്ള കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. ഇവറ്റകളെയൊക്കെ ഒന്നിക്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരി പറയും, നിങ്ങൾ ചവിട്ടി അങ്ങ് ഒഴിവാക്കുക. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോന്ന് ഇതേപോലെ പോകുമ്പോൾ ഇവന്മാരെയും കൂടി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് മനസ്സിലാകേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഞാനിത് പ്രോത്സാഹിപ്പിക്കലൊന്നുമല്ല, പക്ഷേ ചില സമയത്ത് പറഞ്ഞു പോവുകയാണ്. ഇവറ്റകളെയൊക്കെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് എന്തിനു വെറുതെയെങ്കിലും, അതായത് നിങ്ങളെ ഓർത്തിട്ട് ഒരു ദിവസം പോലും കരയാൻ കൂടി ഇവന്മാർ കൂട്ടാക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോഴും വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് ആ ഒരു അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ അമ്മയോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രതികരിക്കേണ്ടത്. ഇതൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ വന്നിട്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അവിടെ നാണക്കേടോ മാനക്കേടോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരാളിങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ പറയുകയാണ്, അയ്യോ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാവുകയെ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം, അവിടെ ജീവിതത്തിനെക്കാട്ടിയും വലുത് നാട്ടുകാരറിയും എന്നുള്ള പ്രശ്നമാണ്. അതാദ്യം ആ ഒരു ചിന്താഗതി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ജീവിതമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇന്നലെ ഇപ്പോഴേ ഇതുപോലെ കരയോ പറയുകയും ചെയ്യുന്ന സമയത്ത് നേരെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ട് പേരൊന്നും പറയരുത്, അല്ലെങ്കിൽ എൻ്റെ മകള് ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണ്, ഒന്ന് രക്ഷിക്കണം, അവളുടെ അമ്മായി അച്ഛനും ഇതുപോലെയാണ്, അല്ലെങ്കിൽ ഒരു പരാതിയെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമായിരുന്നു. ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ കൊച്ചുമകളെയും അതുപോലെ മകളെയും നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അഭിമാനമാണ് വലുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ നല്ല എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്, നല്ല കുടുംബമാണെന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്. ആദ്യം തന്നെ കല്യാണം കഴിച്ചു പോകുമ്പോൾ എന്തൊരു ഭാഗ്യവതിയാണ്, എന്തൊരു ഇതാണ്. ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മായി അമ്മക്ക് നല്ല തൃപ്തിയായിട്ടുണ്ടാകും. പിന്നീട് തന്നെ പീഡനം വരുമ്പോൾ അമ്മായി അമ്മമാർക്ക് അയ്യോ അന്ന് ഭാഗ്യവതി എന്ന് പറഞ്ഞവരൊക്കെ ചിരിക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കരയാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നു സഹോദരിമാരെ, അവരുടെ അമ്മമാരെ, നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മഹിമയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കണം. ഇന്ന് പ്രതികരിക്കാൻ ധാരാളം മാധ്യമങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജോലി സാധ്യതകൾ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളുടെ മകൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നല്ല സാലറിയുള്ള ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റക്കാര്യം ജീവിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു വിഭജിക എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊന്നതാണ്, അല്ലെങ്കിൽ അത് അന്വേഷിക്കണം കൃത്യമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഞാൻ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിക്കേണ്ട എല്ലാ സാഹചര്യവും ഉണ്ട്, നല്ല ജോലി എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കേസ് ഇനിയും തന്നെ വിട്ടുകളയാൻ പാടില്ല. ഇവൻ്റെ അച്ഛനെയും അതുപോലെ ഇവനെയും ഇവൻ്റെ സഹോദരിയെയും അവരെയൊക്കെ എന്ന് പറഞ്ഞ് ജയിലിലാക്കുന്നത് വരെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കൂടി വന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം ജയിൽ ശിക്ഷ. ഇനി അത് തന്നെ കിട്ടുമോയെന്നറിയില്ല. ഇത് വേറൊരു രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് എന്താണ് ഇതിൻ്റെ നിയമം, അതുപോലെ നമ്മളെ രാജ്യത്ത് എന്താണ് ഇതിൻ്റെ നിയമമൊക്കെ നമുക്ക് അറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അയച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരിമാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.